ഹലോ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നൊരു ഗുഡ് മോർണിംഗ് വീഡിയോ ആയിട്ട് വന്നിക്കട്ടാ. വീഡിയോ എടുക്കാനൊന്നും ടൈമില്ല. പിന്നെ വൈഫൈ ആണെങ്കിൽ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം അതും കിട്ടാൻ നിർത്തില്ല. പിന്നെ ഇപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് പിന്നെ എന്താ പറയുക, നെറ്റിൽ നിന്ന് അപ്ലോഡ് ആക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് രാവിലെ അപ്ലോഡാക്കിയ ഗുഡ് മോർണിംഗ് വീഡിയോ അപ്ലോഡാക്കി ഗുഡ് നൈറ്റിനെ അപ്ലോഡ് ആവുള്ളൂ. അപ്പോൾ വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് ഇടാനും പറ്റുള്ളൂ. അപ്പോൾ അത് കുറച്ച് ദിവസം ഒന്ന് വർക്കാവാതെ കിടന്നത് കൊണ്ടും പിന്നെ സമയമില്ലാത്തതുകൊണ്ടും ജോലി തിരക്കായതുകൊണ്ടാട്ടാ. അപ്പം അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാണ്ടിരുന്ന്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വാച്ച് ടൈമും കുറഞ്ഞു വരുന്നുണ്ട്. എനിക്ക് പുതിയ സബ്സ്ക്രൈബർമാരൊന്നും കിട്ടിയിട്ടില്ല. ആ പുതിയ ഉള്ള ആൾക്കാർ തന്നെ അവിടെ നിന്നുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ എന്നും വീഡിയോ ഇട്ടാൽ തന്നെ നമുക്ക് സബ്സ്ക്രൈബർമാരും വരുള്ളൂ, വാച്ച് ടൈമും കൂടുള്ളൂ. എന്തായാലും ഒരു വർഷം ആയി, ഒരു വർഷത്തിൻ്റെ മേലൊക്കെ ആയിട്ടാണ്. മോണിറ്റൈസേഷനൊന്നും ആയിട്ടില്ല. പക്ഷെ വാച്ച് ടൈം കൂടണില്ല എന്നാൽ കുറയുന്നുമില്ല. ഒരു 2 മണിക്കൂറൊക്കെ കൂടുന്നുള്ളൂ ഒരു ദിവസം. ചില ദിവസങ്ങൾ കൂടണേ ഇല്ല. അപ്പം അങ്ങനത്തെ ഇതുണ്ട്. അപ്പോൾ വീഡിയോ ഇടാത്തതുകൊണ്ടാണ്. നമ്മളെന്നും വീഡിയോ ഇടണം, എന്നാലാണ് അത്. പിന്നെ നമ്മളെ സ്ഥിരം കാണുന്ന ആൾക്കാർ കാണുന്നത് 2 ദിവസം കണ്ടില്ലെങ്കിൽ പിന്നെ അവരെ നോക്കൂല. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ലൈവ് ഇടാനും സമയമില്ല. ലൈവ് ഇടാൻ രാത്രി നമ്മളൊന്നും ഒരിത്തിരി നേരം കിട്ടുക. അപ്പോൾ തീരെ റേഞ്ചും ഉണ്ടാവില്ല. അങ്ങനെ കറങ്ങിയിട്ട് കാണുന്നവർ പറയുന്നത് തീരെ ക്ലിയർ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ രാത്രിയിൽ മെനക്കെടാത്ത ലൈവ് ഇടാം. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ ലൈവ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ സംസാര വിഷയം എന്താണെന്ന് വെച്ചാൽ, അച്ഛനും മകനും കൂടിയിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ മകനെ വെട്ടിന്ന് വഴക്കുണ്ടാക്കിന്ന്. 2 കൂടി മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ വയലൻ്റായി മകനെ വെട്ടിന്ന്. അതാണ് ഇന്നൊരു ന്യൂസ് കണ്ടത്. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് അറിയോ, എങ്ങനെയാണല്ലോ ഈ അച്ഛനും മകനും കൂടി മദ്യപിക്കലല്ലേ. അതൊക്കെ എന്താ പറയുക, പലയിടത്തും ഞാൻ അങ്ങനെ പലപ്പോഴും ഞാൻ ചിന്തിച്ചു പല കാര്യങ്ങളിലും ഒരു കാര്യമാണ്, അച്ഛന്മാർ അല്ലെങ്കിൽ ബാപ്പന്മാർ, മുസ്ലിങ്ങൾ മദ്യപിക്കുന്നൊക്കെ ഉണ്ട് ഇപ്പോൾ. എല്ലാവരും ഇല്ലാട്ടോ ഞാൻ പറഞ്ഞു, ചില ആൾക്കാർ. അപ്പോൾ അങ്ങനെ മദ്യപിക്കുന്ന അച്ഛനും ആണെങ്കിൽ എങ്ങനെയാണ് ആ മകനെ അങ്ങനെ മദ്യപിച്ച് നടക്കാൻ പറ്റുക? അച്ഛനെയും കടത്തി വെട്ടിയിട്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ അതേ പാതയിലൂടെ അല്ലെങ്കിൽ ഉപ്പാൻ്റെ അതേ പാതയിലൂടെ പോവാൻ എങ്ങനെയാണ് ഒരു മകന് പറ്റുകയെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. കാരണം മദ്യപിക്കുന്ന ആൾക്കാരെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വഴക്ക്, അടി, സ്വസ്ഥതയില്ലായ്മ, സ്വൈരമില്ലായ്മ, പിന്നെ കുടുംബങ്ങളിൽ നിന്നുള്ള അവഗണന, നാട്ടുകാരിൽ നിന്നുള്ള അവഗണന, നമുക്ക് എവിടെ പോയാലും ഒരു വിലയില്ലായ്മ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും മദ്യപിക്കുന്ന ആൾക്കാരുള്ള വീട്ടിലത്തെ അവസ്ഥകളുണ്ട്. അവിടുത്തെ വീട്ടിലത്തെ അംഗങ്ങളുടെ മാനസികവും ശാരീരികവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട്. ഒരാൾ മദ്യപിക്കുന്ന ആളുണ്ടായാൽ മതി, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ കണ്ട് പുതിയ കുട്ടികൾ വളർന്ന്, അവരെ വീട്ടിലുള്ള കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ മനസ്സിൽ എങ്ങനെ ഉണ്ടാവും? അപ്പം എനിക്ക് ഞാൻ ചിന്തിക്കുക, എൻ്റെ ഒപ്പം മദ്യപിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഞാൻ എന്താ ചിന്തിക്കൽ? അത് തെറ്റാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മളെ മക്കളും അങ്ങനെ ആയി വരും. നമ്മളങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ കഷ്ടപ്പെടും എന്നൊക്കെ ചിന്തിക്കും ഇല്ലേ? ഞാനാണെങ്കിൽ അങ്ങനെ ചിന്തിക്കും. അപ്പോൾ
ഈ മക്കള് അച്ഛനേക്കാളും അല്ലെങ്കിൽ പാപ്പാനേക്കാളും അപ്പുറത്തെ മദ്യപാനായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കും. കാരണം ഇവർക്ക് ഒരു ബോധം ഉണ്ടാവൂലേ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ പാപ്പ മദ്യപിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞങ്ങൾ ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നത്. ഇനിയിപ്പോൾ ഞങ്ങളും ആ പാതയിലൂടെ പോയി കഴിഞ്ഞാൽ ഇനി ഞങ്ങളുടെ കുടുംബവും ഞങ്ങൾക്ക് ഉണ്ടാവുന്ന മക്കളും അതേപോലെ കഷ്ടപ്പെടേണ്ടി വരും എന്ന് ചിന്തിക്കാനുള്ള ബോധം ഉണ്ടാവില്ലേ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കണം. ചിലൊക്കെ വീട്ടിൽ അച്ഛനേക്കാളും പാപ്പനേക്കാളും മറികടന്നിട്ടാവും മക്കൾ മദ്യപാനക്കാർ. ഒരു ദിവസം പണിയെടുക്കുക ഞാൻ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ 10 പൈസ സമ്പാദിക്കാനും അതേപോലെ ജോലിഭാരം കുറവും സമാധാനമായിട്ട് ഉറങ്ങാനൊക്കെ പറ്റുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഈ നാട്ടിലെ കൂലിപ്പണിയാണ്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എന്നത്തെ അവസ്ഥയിലായാലും കുറച്ച് കാലം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എന്നും സ്ഥിരം പണിയില്ലാത്തൊരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണ ഒരാളാണെങ്കിൽ മാസത്തിൽ 30 ദിവസവും പണിയുണ്ട്. 1000 രൂപ ഒരു ദിവസം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പോകണം കേട്ടോ. അല്ലാണ്ട് ഒരു ദിവസം പോയി 4 ദിവസം പോവാതിരുന്നിട്ട് കാര്യമില്ല. ഒരു മാസത്തിൽ തുടർച്ചയായിട്ട് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ജോലിക്ക് പോയാൽ 10-30,000 രൂപ മാസം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിൽ നിന്ന് എങ്ങനെയൊക്കെ ചിലവ് കഴിച്ചാലും എന്തെങ്കിലുമൊക്കെ ഒരു സമ്പാദ്യം നീക്കി വെച്ചിട്ട് നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് ഏറ്റവും കഷ്ടപ്പെടുന്നതും ഏറ്റവും ഇന്നത്തെ കഴിഞ്ഞ നാളത്തേക്കില്ലാത്തതും കൂലിപ്പണിക്കാരുടെ ആ ഒരു വീടുകളിലാണ്. എന്തിനു പറയുന്ന ഒരു ഇന്ന് 1000 രൂപക്ക് പണിയെടുത്ത് വന്നാലും നാളെ നോക്കുമ്പോൾ നാളെ ഉച്ചക്കൽ അവരുടെ കാര്യം പട്ടിണിയാകും. കൂലിപ്പണിക്കാരെ കാര്യമായിട്ടാണ് പറയുന്നത്. അതൊക്കെ എന്തുകൊണ്ടാണെന്നറിയാം? സൂക്ഷിക്കാൻ അറിയാത്തതുകൊണ്ടും ചെയ്യുന്ന ആ ഒരു തൊഴിലിനോട് ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഒരു കാര്യം അതിൻ്റേതായ കാര്യഗൗരവത്തിൽ ചെയ്യാത്തതുകൊണ്ടൊക്കെയാണ് അങ്ങനത്തെ കൂലിപ്പണിക്കാരാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൂലിപ്പണിക്കാരാണ് പാവപ്പെട്ടവരാണെന്ന് പറയും. അവർക്ക് എന്താ ഒരു മാസം 30 ദിവസം മുടങ്ങാതെ പണിക്ക് പോയാൽ എന്താണ് അതിന് ചിലവ് വരുന്നത്? പ്രത്യേകിച്ച് ഇപ്പം ഗൾഫുകാർ പോയി 30,000 റുപ്യക്കാണ് ഒരു മാസം പണിയെടുക്കണത്. ഗൾഫിൽ പോയിട്ട് അവർക്ക് അങ്ങോട്ട് ഒരു വർഷം 1.5 വർഷം കൂടുമ്പോൾ നാട്ടിലൊന്ന് വന്നു പോകണമെങ്കിൽ അവർക്ക് ടിക്കറ്റിന് അത്യാവശ്യം പൈസ വേണം. പോക്ക് വരവും കാര്യങ്ങളൊക്കെ 4 ദിവസം വന്ന് റെസ്റ്റ് എടുത്താൽ അവർക്ക് അവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അതിനേക്കാളും അത്ര പോലൊരു ചിലവ് ഭാരിച്ച ബാധ്യതകളൊന്നും കൂലിപ്പണിക്കാർക്ക് വരുന്നില്ല. സൂക്ഷ്മത ഇല്ലാത്തത് തന്നെയാണ് ഏറ്റവും വലിയ ഇത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ മദ്യപാനത്തിൻ്റെ കാര്യം പറയാണ്. കൂലിപ്പണിക്കാരാണ് കൂടുതലും മദ്യപിക്കുന്നത് എന്നാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് എനിക്ക്. പിന്നുള്ളവരൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും പുറത്തേക്ക് അങ്ങനെ കാണില്ല. ഒക്കെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുള്ള ഇതാണ്. അപ്പോൾ ഈ അച്ഛനും മകനും കൂടിയിട്ട് ഇരുന്നിട്ട് മദ്യപിച്ചിട്ട് വഴക്കുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ അച്ഛൻ ആ മകനത് അങ്ങനെ ഒരുമിച്ചിരുത്തി കുടിക്കാൻ കൊടുത്ത് ശീലമാക്കിയിട്ടാണല്ലോ ആ സ്വഭാവം ആ മകൻ പഠിച്ചത്. അല്ലെങ്കിൽ ഇപ്പം അച്ഛനും മകനും കൂടെ ഇതിന് മുന്നേ ഇരുന്ന് മദ്യപിക്കാറുണ്ടാവും. അല്ലാതെ ഇപ്പം എങ്ങനെ അച്ഛനും മകനും കൂടെ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുമോ? അപ്പോൾ അത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു ബോധം ഇല്ലാത്തതുകൊണ്ടാണ് ചിലർക്കൊക്കെ. പിന്നെ ആരോഗ്യം അത് നമുക്ക് എന്തായാലും നമുക്ക് പടച്ചോൻ തരുക തന്നെ വേണം അല്ലേ. അതിന് നമുക്ക് അസുഖങ്ങൾ വന്നാൽ പിന്നെ അതിനൊരു എത്ര സൂക്ഷ്മത ഉണ്ട്, ബുദ്ധി ഉണ്ട്, ബോധമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് വേറെ ഒരു ഭാഗത്തിരിക്കും. അസുഖം വന്നാൽ പിന്നെ ഒരു നിവൃത്തിയില്ല. പക്ഷെ പ്രത്യേകിച്ച് അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഈ കൂലിപ്പണിക്ക് പോയാലും 10 രൂപ ഉണ്ടാക്കാം. ആ പൈസ ഒക്കെ പോണത് ഇല്ലാണ്ടാവണതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് ഈ മദ്യപാനം തന്നെയാണ്. പുകവലിയും മദ്യപാനം ഒരു ദിവസം പോയാൽ 4 ദിവസം പോവില്ല. അങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ കുടുംബം നമുക്ക് പച്ച പിടിപ്പിക്കാൻ പറ്റാത്തത് ചില ആൾക്കാർക്ക് കിട്ടാ. അപ്പോൾ ഇപ്പോൾ പലയിടത്തും കാണുന്നത് അച്ഛനേക്കാളും അല്ലെങ്കിൽ ഉപ്പനേക്കാളും വലിയ മദ്യപാനവും മക്കൾ. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു കാലത്തും ഒരു പരഗതി ഉണ്ടാവില്ല. കാരണം അവരുടെ മക്കൾ ഇതാണ് ശീലിക്കുന്നത്.
പഠിച്ച് കണ്ടിട്ടല്ലേ വളരുന്നത്. അപ്പോൾ അവർ അതന്നെയല്ലേ പഠിക്കുന്നത്. അപ്പോൾ അതിലുള്ള അവിടെ ആ കുടുംബങ്ങളിലുള്ള കുട്ടികളുടെ വളർന്നു വരുന്ന ചെറിയ ചെറിയ കുട്ടികളുടെ ജീവിതമൊക്കെ ബുദ്ധിമുട്ടിലാവും. അവരുടെ ആ കുടുംബത്തിലുള്ള പെണ്ണുങ്ങളുടെ ജീവിതവും കഷ്ടപ്പാടിലാവും, ബുദ്ധിമുട്ടിലാവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അച്ഛന്മാർ മദ്യപിക്കുന്നുണ്ടെങ്കിൽ മക്കളതിന്ന് മനസ്സിലാക്കേണ്ടത് അത് തെറ്റാണ്. ഞങ്ങൾ ആ വഴി കൂടെ പോകാൻ പാടില്ല. ഞങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ പല പല ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഞങ്ങൾ നേരും, ഞങ്ങളുടെ മക്കളും അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അവർ മദ്യപിച്ച് അച്ഛനും എന്തായാലും അത് ശീലമായി. ഇനി അത് ആ വഴിക്ക് അങ്ങോട്ട് അവരുടെ കാലം അങ്ങോട്ട് കഴിഞ്ഞോട്ടെങ്കിൽ ഞങ്ങളതായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ട് നടക്കണ്ടെന്ന് ചിന്തിക്കണം കേട്ടോ എല്ലാ ആൺകുട്ടികളും. എന്നിട്ട് നല്ല ജീവിതം ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം എന്നാൽ ഓക്കെ എന്നാൽ കേട്ടോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.